കഴിയുന്നില്ല ഭാസ്കര. നമുക്ക് തിമിർക്കുന്ന മഴ എവിടെയെങ്കിലും ഒന്ന് ഓടി ഒളിക്കാൻ തോന്നുന്നു. ഈ മഴ വീഴ്ചയിൽ ഞാൻ സൈമ, നിനക്ക് ഈ ചൂരൽ മല വിട്ട് പോകാൻ കഴിയുമോ? ആവില്ല എന്നെ മനസ്സ് പറയുന്നു. ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട എത്രയോ മനുഷ്യർ. അവരിൽ ഒന്ന് മാത്രമാണ് ഞാനും നീയും. ഏതപ്പന് സ്വന്തം മകൾ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയത് കണ്ടു നിൽക്കാനാവുക. അവളുടെ ചോര ഈ മണ്ണിൽ നിന്ന് ഒലിച്ചുമായും എന്നിലെ അവളുടെ ഓർമ്മകൾ ഏത് മഴ വീഴ്ചയ്ക്കാ ഭാസ്കര അടർത്തി മാറ്റാനാവുക? ഇവിടെ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാനേ നമുക്കൊക്കെ കഴിയും. ഉത്തരം ഈ മഴ വീഴ്ചയേക്കാൾ കടുത്തതാണ്. എനിക്കിപ്പോഴും അറിയില്ല എന്റെ മകൾ സാന്ദ്ര എന്തു തെറ്റാണ് ചെയ്തതെന്ന്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ നന്നായി എഴുതുമായിരുന്നു, നന്നായി പാടുമായിരുന്നു. അവളൊരു പാവമായിരുന്നു. ഇവിടെ ഈ മണ്ണിൽ, ഈ വെള്ളപ്പാച്ചിലിൽ, മണ്ണിനടിയിൽ എവിടെയോ പൊതിഞ്ഞു കൂടി കിടക്കുന്നുണ്ടാവും. ഹലോ, രക്ഷാപ്രവർത്തകർ ജീവൻ പണയം വെച്ച് മഴയെ വകവയ്ക്കാതെ ഓടിപ്പോയെന്നത് കണ്ടില്ലേ? ആ മലയിടുക്കിൽ വെച്ചാൽ അവളെ എന്റെ പൊന്നുമോൾ സാന്ദ്രയെ മഴവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയത്. ഓ, ഈ നശിച്ച മഴയൊന്ന് തോർന്നു കിട്ടിയിരുന്നെങ്കിൽ. ഈ മഴ എനിക്ക് എന്റെ മകളുടെ മരണം മറച്ചു വെച്ച് തന്നില്ലേ? നന്ദി പറയണം. ഈ മഴ വീഴ്ചയ്ക്ക് നന്ദി പറയണം. എന്റെ മോളെ നിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനേ ഈ അപ്പന് പറ്റൂ. ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടാണ് നീ പോയത്. എന്റെ മോളെ, അവളുടെ മുഖം അവസാനമായി ഒന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഭാസ്കര. അവളുടെ മുഖം ഒരു മാലാഖയെ പോലെ പരിശുദ്ധമായിരുന്നു. മാലാഖയെ പോലെ പരിശുദ്ധമായിരുന്നു.